ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു ഹെൽത്തി ദോശയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ബ്രോക്കൺ വീറ്റ്, അതായത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ദോശ തയ്യാറാക്കുന്നത്. നുറുക്ക് ഗോതമ്പ് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, അതായത് ഡയറ്റിംഗ് ചെയ്യുന്നവർക്കും നുറുക്ക് ഗോതമ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഹെൽത്തി ദോശ തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/4 കപ്പ് ഉഴുന്ന് പരിപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പൊക്കെ എടുക്കുന്നതാണെങ്കിൽ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ ഉഴുന്ന് പരിപ്പ് മതിയാവും. നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. 4 മണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ നമുക്ക് ചോറ് കൂടെ ആവശ്യമുണ്ട്. ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് ചേർക്കുന്നതിന് പകരം വേണമെങ്കിൽ അവിൽ ചേർത്ത് കൊടുക്കാം. അവിൽ ചേർക്കുമ്പോൾ 10 മിനിറ്റൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അവിലല്ലെങ്കിൽ ഓട്സ് ഉണ്ടെങ്കിൽ ഓട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് 2-3 തവണയായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോഴും കൂടുതൽ വെള്ളം ഒരുമിച്ച് ഒഴിക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ജാറിലേക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ദോശക്കാണല്ലോ, ഇഡ്ഡലിയുടെ കൺസിസ്റ്റൻസി ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാറ് കഴുകിയ വെള്ളം കുറച്ചുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കണം. 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ രാത്രി നമുക്ക് അരച്ച് വെക്കാം. 8 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ വേറെയും ദോശ റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം, അതും കൂടെ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കി തുടങ്ങാം. പാന് ചൂടായിട്ട് വരുമ്പോൾ ഓരോ തവിയായിട്ട് കോരി ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ദോശ ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുത്തിട്ട് 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് എടുത്ത് വെക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഇതേപോലെ ബാക്കിയുള്ള ദോശയൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ബ്രോക്കൺ വീറ്റ് ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പത്തിൻ്റെതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ബ്രോക്കൺ വീറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയത്. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കേണ്ട. സാധാരണ ദോശയുടെ അതേ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഞാനിത് തക്കാളി ചട്നിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ തക്കാളി ചട്നിയുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്